വളരെ സങ്കീർണമായ നിലയിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പോകുന്നു. ഉമ്മൻചാണ്ടിയും സുധീരനും നേർക്കുനേർ തുടരുമ്പോൾ സോണിയാഗാന്ധി ഇടപെട്ടെങ്കിലും കാര്യങ്ങൾ അത്ര സമവായത്തിലേക്ക് പോകാത്ത ഒരു സാഹചര്യം നിഴലിക്കുന്നു. വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും സന്തോഷ് നൽകും. സന്തോഷ്, സോണിയാഗാന്ധി ഇടപെട്ടിട്ടുകൂടി കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായി തുടരുന്നു എന്നാണോ ഏറ്റവും പുതിയ ദില്ലിയിലെ ചർച്ചകൾ? നേതാക്കന്മാരുടെ ഗ്രൂപ്പ് നേതാക്കന്മാരുടെയൊക്കെ നീക്കങ്ങൾ ഏത് രീതിയിലാണ്? പ്രജീഷ്, കോൺഗ്രസിലെ തർക്കം തുറന്ന പോരിലേക്ക് എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂറിലും കാര്യങ്ങളുടെ ദിശ മാറുകയാണ്. അല്പസമയം മുമ്പ് സോണിയാഗാന്ധിയുടെ ഓഫീസ് തന്നെ 3 പേരെയും നേരിട്ട് വിളിച്ച് സോണിയാഗാന്ധിയെ കാണണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം 3 പേർക്കും സമയം കൊടുത്തിട്ടുണ്ട്. 11:30 ഉമ്മൻചാണ്ടിയും 12 മണിയോടുകൂടി രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയെ കാണും. അതിനുശേഷം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്ക് VM സുധീരനും സോണിയാഗാന്ധിയെ കാണും. ഇതിനിടെ ഈ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിടയിൽ തന്നെ പ്രശ്നത്തിന് ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പ് രീതി ഉരുത്തിരിഞ്ഞ് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. VM സുധീരൻ ഒരു പുതിയ പാനൽ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വയ്ക്കാൻ തയ്യാറാക്കിയിരിക്കുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം അത് വയ്ക്കും. ഈ തർക്ക 5 മണ്ഡലങ്ങളെ കൂടാതെ മറ്റു ചില മണ്ഡലങ്ങൾ കൂടി, പലപ്പോഴും കോൺഗ്രസ് വിജയിക്കാത്ത ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ആ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 10ഓളം മണ്ഡലങ്ങളിലാണ് ഒരു സമാന്തര സ്ഥാനാർത്ഥി പാനൽ VM സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 5 മണ്ഡലങ്ങളിലും മാറ്റം വരിക, മന്ത്രിമാരടക്കമുള്ള മണ്ഡലങ്ങളിൽ മാറ്റം വരുത്താനാണ് പുതിയ പട്ടിക. അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ, അതായത് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് എന്തായാലും ഈ തർക്കത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ല. ഒരു പാനൽ തന്നെ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ AI ഗ്രൂപ്പുകൾ സുധീരനോട് വിട്ടുവീഴ്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഏതെങ്കിലും ഒരു പേരുമായി തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് പോകണ്ട. അപ്പോൾ ഈ സുധീരൻ തന്ന പാനൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാനൽ സ്ഥാനാർത്ഥി 82 മണ്ഡലങ്ങളിലേക്ക് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ആയിരിക്കും തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് പോവുക. തെരഞ്ഞെടുപ്പ് സമിതിയിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, AK ആന്റണി എന്നിവർ അംഗങ്ങളാണ്. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി എന്ത് പാനൽ എന്ന് പറയുമ്പോൾ സുധീരൻ പറയുന്ന ഈ പല മണ്ഡലങ്ങളും ജയസാധ്യതയില്ലാത്ത പല മണ്ഡലങ്ങളുമുണ്ട്. അവിടെയൊക്കെ തന്നെ കാലാകാലങ്ങളായി മത്സരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ മാറ്റി സ്വന്തം പക്ഷത്തേക്ക് കൂടിയുള്ള ആളുകളെ കൂടി ആ പാനലിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പട്ടിക അതായിരിക്കും. ഏത് രീതിയിലാണ് പുതിയ പാനൽ ഒരു പക്ഷേ സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത്? അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ. തീർച്ചയായും പ്രജീഷ്, അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ പാനൽ വയ്ക്കുമ്പോൾ ഈ AI ഗ്രൂപ്പുകൾ എന്നിവയിൽ നിന്ന് മാറി കഴിഞ്ഞ KPCC അധ്യക്ഷനായ ശേഷം അദ്ദേഹം സുധീരൻ സ്വന്തം നിലയ്ക്ക് ഗ്രൂപ്പ് രീതികൾ ഉണ്ടാക്കി വരുന്നുണ്ട്. TN പ്രതാപൻ അടക്കമുള്ളവർ അക്കാര്യത്തിൽ VM സുധീരനോടൊപ്പം ഉണ്ടെങ്കിൽ പോലും മറ്റ് രണ്ടാംകിട നേതാക്കളിൽ നിന്നുകൂടി സ്വന്തം ഗ്രൂപ്പ് രൂപീകരിച്ച് വരുന്നുണ്ട് VM സുധീരൻ. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അത്തരം ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾക്ക് ഇടം കണ്ടെത്താനാണ് VM സുധീരൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് AI ഗ്രൂപ്പുകളുടെ വക്താക്കളെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയോ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയോ മുന്നിട്ട് നിന്ന മന്ത്രിമാർ അടക്കമുള്ള വക്താക്കളെ വെട്ടിനിരത്തുക, അതോടൊപ്പം സ്വന്തം സ്ഥാനാർത്ഥികളെ ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. ഇപ്പോൾ കാര്യങ്ങൾ ഈ അന്തിമ ഘട്ടത്തിലോട്ട് എടുക്കുമ്പോഴാണ് VM സുധീരൻ അത് തുറന്നു പറയുന്നത്, തുറന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ മുന്നോട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹൈക്കമാൻഡ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതായത് മന്ത്രിമാരുടെ കാര്യത്തിലോ ഈ ബെന്നി ബെഹനാൻ അടക്കമുള്ളവരുടെ കാര്യത്തിലോ ചിലരെ ഒരാളെയോ രണ്ടാളെയോ മാറ്റുമ്പോൾ പോലും VM സുധീരൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ വരും. ബാക്കി ചില മണ്ഡലങ്ങളിൽ VM സുധീരന്റെ ഗ്രൂപ്പ് കൂടി സ്ഥാനാർത്ഥികൾ കൂടി അവിടെ പ്ലേസ് ചെയ്യപ്പെടും. ഇതാണ് സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന തന്ത്രം. പക്ഷേ ഇത് AI ഗ്രൂപ്പുകൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അവർ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് യോഗം ചേർന്ന് ഈ പുതിയ നീക്കം തടയിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ. പ്രജീഷ്, എന്തായാലും മേൽക്കൈ സുധീരന്റെ വാദഗതികൾക്ക് ഉണ്ടാകുമോ? ആന്റണിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടോ? അതോ ആന്റണി പഴയതുപോലെ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? പ്രജീഷ്, സുധീരന്റെയോ ഉമ്മൻചാണ്ടിയുടെയോ ആരുടെ നിർദ്ദേശത്തിനാണ് മേൽക്കൈ കിട്ടുക എന്നിപ്പോൾ പറയാൻ കഴിയില്ല. ഇരു കൂട്ടരും ശുഭാപ്തി വിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ എത്തുമ്പോൾ തങ്ങളുടെ നിലപാടുകൾക്ക് പ്രാതിനിധ്യം വരുമെന്ന്. AK ആന്റണി ആയിരുന്നു ഇരുവരുടെയും പ്രതീക്ഷ. കഴിഞ്ഞ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പും അതിനുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലും ഇന്നലെ നിർണായകമായ ചർച്ചകൾ നടന്നപ്പോഴും AK ആന്റണിയെ പലതവണ കണ്ടിരുന്നു. പക്ഷേ AK ആന്റണി ഇക്കാര്യത്തിൽ ആരുടെയെങ്കിലും ഒരു പക്ഷം നിലയുറപ്പിക്കുന്നതായി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആന്റണിയുടെ വിശ്വസ്തനായാണ് കൊടിക്കുന്നേൽ സുരേഷ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ
യോഗത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് സ്വീകരിച്ച നിലപാട് രണ്ടു പക്ഷത്തും സത്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട് എന്ന രീതിയിലാണ്. അതായത് രണ്ടു ഭാഗത്ത് ആരോടൊപ്പം നിലയുറപ്പിക്കാതെ ഒരു സ്വന്തം വഴി തുറന്ന് അതിന് നടുവിലൂടെ പോകാൻ ശ്രമമാണ് AK ആന്റണി നടത്തുന്നത്. AK ആന്റണിക്ക് വേണ്ടി കൊടിക്കുന്നിൽ സുരേഷ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ച അടക്കം ഈ നേതാക്കളൊക്കെ പലതവണ അദ്ദേഹവുമായി സംവദിച്ചിരുന്നു. രമേശ് ചെന്നിത്തല മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പോയിരുന്നു. അപ്പോൾ AK ആന്റണി നൽകിയ നിർദ്ദേശം ഈ തർക്കമുള്ള നേതാക്കൾ തന്നെ ഒരു രമ്യമായി കാര്യങ്ങൾ പരിഹരിക്കട്ടെ, ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. എന്തായാലും ഇരുഭാഗത്തും ശരികളുണ്ട്. VM സുധീരൻ പറയുന്ന ഈ ആരോപണ വിധേയരെ മാറ്റണം എന്നൊരു പൊതുജന അഭിപ്രായമുണ്ട് എന്ന് AK ആന്റണി പറയുന്നു. അതേസമയം ഇവരുടെ വിജയ സാധ്യത കൂടി പരിഗണിക്കണം എന്ന രീതിയിൽ ആന്റണി വേറൊരു വാക്കും പറയുന്നു. അതുകൊണ്ട് തന്നെ ആന്റണിയുടെ കാര്യത്തിൽ അദ്ദേഹം ഏത് പക്ഷത്ത് നിന്ന് ഇപ്പോൾ പറയാൻ രണ്ടു ഭാഗത്തും അദ്ദേഹം ശരികളുണ്ട് എന്ന് കരുതി മുന്നോട്ട് പോകണം. അതാണ് ഇവരെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെ ഇടപെടിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം അവരോടൊപ്പം നിൽക്കുക, അങ്ങനെയുള്ള പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതും. അതായത് വരും മണിക്കൂറുകൾ ഏറെ നിർണായകമായിരിക്കും. ഇനിയുള്ള വരുന്ന മണിക്കൂറുകൾ നിർണായകമാണെന്ന് പറയുമ്പോഴും കൂടുതൽ ദിവസങ്ങളിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോകരുത് എന്ന ഒരു താല്പര്യം കൂടി ഹൈക്കമാൻഡിനുണ്ട്. ഏത് ഒരുപക്ഷെ ഒരു ഡെഡ് ലൈൻ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? പ്രജീഷ്, നേരത്തെ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ചാണെങ്കിൽ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കേണ്ടതല്ല. നാളെ രാവിലെ 10:30 സ്ക്രീനിംഗ് കമ്മിറ്റി ആരംഭിച്ച് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കാര്യങ്ങളെല്ലാം ഒരു ധാരണയിലെത്തുക. അതിനുശേഷം വൈകുന്നേരം 6 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് സമിതി ചേരുക. തെരഞ്ഞെടുപ്പ് സമിതി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപം നൽകി രാത്രിയോടുകൂടി തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുക. ഇതായിരുന്നു നേരത്തെ നിശ്ചയിച്ച സമയക്രമം. പക്ഷേ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഹൈക്കമാൻഡിനും മറ്റു നേതാക്കൾക്കും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് കേരളത്തിനോട് അടിയന്തര സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞത്. മല്ലികാർജ്ജുന ഖാർഗെയോട് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പറഞ്ഞു. ഇന്ന് മുഴുവൻ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ ഇരുന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നാളെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ എത്തുമ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം. അതായത് ഇന്നും നാളെ ഉച്ചവരെയും കേരള നേതാക്കൾക്ക് സമയമുണ്ട്. പക്ഷേ ലഭിക്കുന്ന സൂചന പ്രകാരം ഈ 2 ദിവസം കൊണ്ട് കാര്യങ്ങൾ തീരില്ല. ഇനി അഥവാ ഒരു പാനൽ നിശ്ചയിച്ച് നൽകിയാൽ പോലും പിന്നീട് അത് തെരഞ്ഞെടുപ്പ് സമിതിക്ക് തലവേദനയാണ്. തെരഞ്ഞെടുപ്പ് സമിതിക്ക് പോലും നീണ്ട ചർച്ചകൾ നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ ആദ്യ വാരം കഴിഞ്ഞു മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഈ അടിയന്തര സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും 2 നേതാക്കളും രാവിലെ അവരുമായി ബന്ധപ്പെട്ടവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പ്രതീക്ഷയും വേണ്ടതില്ല. രണ്ടുപേരും നിലപാടിൽ ഉറച്ചിരിക്കുന്നത് മാത്രമല്ല, നിലപാട് ഉറപ്പിക്കാനാണ് കൂടുതൽ സമാന്തര പട്ടികകളുമായിട്ടൊക്കെ സുധീരൻ അടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. പത്താൻകോട്ട് വ്യോമകേന്ദ്രത്തിൽ ഭീകരാക്രമണം നടത്തിയ 4 പാക് പൗരന്മാരെ ദേശീയ അന്വേഷണ ഏജൻസി തിരിച്ചറിഞ്ഞു. ഇവരുടെ വിശദാംശങ്ങൾ ഇന്ത്യ പാക് അന്വേഷണ സംഘത്തിന് കൈമാറി. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ മൃതദേഹ പരിശോധനയിലാണ് ഇവരുടെ വിശദാംശങ്ങൾ ലഭ്യമായത്. സന്തോഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സന്തോഷ്, കൂടുതൽ വിവരങ്ങൾ. പത്താൻകോട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇന്ത്യ പാക് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ആക്രമണം നടത്തിയവരെന്ന് NIA കണ്ടെത്തിയ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ നിന്നുള്ള 4 ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ വിശദാംശങ്ങൾ പാക് അന്വേഷണ സംഘത്തിന് കൈമാറി. നസീർ ഹുസൈൻ, ഹാഫിസ് അബൂബക്കർ, ഉമർ ഫറൂഖ്, അബ്ദുൾ ഭൂം എന്നിവരെയാണ് NIA തിരിച്ചറിഞ്ഞത്. പാകിസ്ഥാനിൽ നിന്നും ഇവരെ നിയന്ത്രിച്ചിരുന്നത് കൗശിക് ഖാൻ, നസീർ ഹുസൈൻ എന്നിവരാണെന്ന് വ്യക്തമാക്കിയ NIA ഈ കാര്യവും പാക് സംഘത്തെ ധരിപ്പിക്കുകയുണ്ടായി. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ മൃതദേഹ പരിശോധനയിലാണ് ഇവരുടെ വിശദാംശങ്ങൾ ലഭ്യമായത്. കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരണം നൽകണമെന്നാണ് ഇന്ത്യ പാകിസ്ഥാനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ഇന്ത്യയുടെ മറ്റൊരു ആവശ്യം. പാക് അന്വേഷണ സംഘത്തെ ഇന്ത്യയിൽ തെളിവെടുപ്പിന് അനുവദിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലെത്തി അന്വേഷണം നടത്താൻ NIA അനുവദിക്കണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. രജീഷ്, സന്തോഷ് വിവരങ്ങൾ നൽകിയത്. അഴീക്കോട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തി. P ജയരാജൻ താമസിക്കുന്ന വടകര ചോറോട്ടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പ്രചാരണ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ജയരാജനെ കണ്ടതെന്ന് നികേഷ് കുമാർ പറഞ്ഞു. തന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും നികേഷ് കുമാർ വ്യക്തമാക്കി. LDF സ്ഥാനാർത്ഥികളായ KK ശൈലജ, ഷംസീർ, ബിനോയ് കുര്യൻ എന്നിവരും ജയരാജനെ സന്ദർശിച്ചു. KPCC അധ്യക്ഷൻ VM സുധീരനെതിരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ. സുധീരന്റെ കോൺഗ്രസിൽ 2 നീതിയോ എന്ന തലക്കെട്ടിലാണ് പോസ്റ്ററുകൾ. ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. ബ്ലൂ ബ്ലാക്ക് മെയിൽ കേസിലെ പ്രതിക്ക് MLA ഹോസ്റ്റലിൽ ഒളിത്താവളം നൽകിയ ശരത്ചന്ദ്ര പ്രസാദിന് വാമനപുരം സീറ്റ് നൽകിയിട്ട് കോൺഗ്രസിനെ സംരക്ഷിച്ച K ബാബുവിനും ബെന്നി ബെഹ്നാനും സീറ്റില്ലേ എന്ന് പോസ്റ്ററിൽ ചോദിക്കുന്നു. അതേസമയം പോസ്റ്റർ ഒട്ടിച്ചത് ആരാണെന്ന് വ്യക്തമല്ല.
വർക്കല ശിവപ്രസാദ് കൊലപാതക കേസിൽ 7 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ ജീവൻ നൽകും. ജീവൻ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ. പ്രതീഷ്, DHRMന്റെ തെക്കൻ മേഖല ഓർഗനൈസറായിരുന്ന വർക്കലദാസിന്റെ നേതൃത്വത്തിലാണ് വടശ്ശേരിക്കോണം, കല്ലമ്പലം എന്നീ 2 സ്ഥലങ്ങളിലായി ആക്രമണം നടന്നത്. രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ശിവപ്രസാദ് എന്ന വ്യക്തിയാണ് DHRMന്റെ സാന്നിധ്യം ആ മേഖലയിൽ അറിയിക്കുന്നതിന്റെ ഭാഗമായി കൊലപാതക കൃത്യം നടത്തിയത്. 2009 സെപ്റ്റംബർ 23-നായിരുന്നു. ഇന്നലെ ഈ കേസിൽ ആകെ 13 പ്രതികൾ ഉണ്ടായിരുന്നതിൽ 7 പ്രതികൾക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. 6 പ്രതികളെ വെറുതെ വിട്ടു. ഒരാൾ ഇതിന്റെ വിചാരണ കാലയളവിൽ തന്നെ മരണപ്പെട്ടിരുന്നു. ഇതിൽ 7 പേരുടെ വിധിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 7 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ് ഈടാക്കിയിരിക്കുന്നത്. പ്രതികളായ DHRMന്റെ തെക്കൻ മേഖല ഓർഗനൈസർ വർക്കലദാസിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. കൊലപാതകം നടന്നത്. വർക്കലദാസ്, ജയചന്ദ്രൻ, സജി എന്ന മധു, തൊടുവൈ സുധി, വർക്കല സുധി, സുനിൽ, സെൽവരാജ് എന്നിവരെയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. കൊലപാതകം, വധശ്രമം, കുറ്റകരമായ ഗൂഢാലോചന എന്നിവ സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞു. എന്നാൽ ജഡ്ജിയുടെ ഏതു തരത്തിലുള്ള ശിക്ഷയാണ് വേണ്ടത് എന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ മാതൃകാപരമായ ശിക്ഷ മാത്രം മതി എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. അത് ആശ്ചര്യകരമായ ഒരു സംഭവവികാസമാണ്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വധശിക്ഷയാണ് പ്രോസിക്യൂഷൻ സാധാരണഗതിയിൽ ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ വധശിക്ഷയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ നിലപാടെടുത്തില്ല എന്നത് സംശയമുണ്ടാക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. 2009 സെപ്റ്റംബർ മാസം 23-ാം തീയതി രാവിലെ 5:30-നായിരുന്നു സംഭവം ഉണ്ടായത്. ചായക്കടക്കാർ അന്നേ ദിവസം 2 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി സംഘടനയുടെ സാന്നിധ്യം പൊതുജനങ്ങളെ അറിയിക്കാനായിരുന്നു DHRMന്റെ ഉദ്ദേശം. ചായക്കടക്കാരൻ അശോകനെ കല്ലമ്പലത്ത് വെച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു. ശിവപ്രസാദിന് നേരെ ഉണ്ടായ ആക്രമണം ഉണ്ടായെന്നത് അരിയൂർ സ്കൂളിന്റെ മുന്നിൽ വെച്ചാണ്. സംഘടനയുടെ ശക്തിയും സാന്നിധ്യവും അറിയിക്കാൻ വേണ്ടിയാണ് പ്രതികൾ കൃത്യം നടത്തിയത്. ഓരോ പ്രതിയും 2,85,000 രൂപ വീതം പിഴ കൊടുക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം അധികമായി കിടക്കണം. പിഴത്തുകയിൽ നിന്നും ലഭിക്കുന്ന 6 ലക്ഷം രൂപ ശിവപ്രസാദിന്റെ കുടുംബത്തിനും 2.5 ലക്ഷം രൂപ ആക്രമണത്തിൽ പരിക്കേറ്റ അശോകന് നൽകണമെന്നും അഡീഷണൽ സെഷൻസ് ജഡ്ജ് ബദറുദ്ദീൻ വിധിക്കുകയുണ്ടായി. പ്രതീഷ്, ജീവൻ ഒരു സംഘടനയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊല, ഒരുപക്ഷെ ആ സംഭവം നടക്കുന്ന സമയത്ത് ഏറെ ഞെട്ടൽ ഉളവാക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു. പൊതുസമൂഹത്തിൽ പോലും ആ DHRM സംഘടന ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾ, ഭയാനകമായ സാഹചര്യങ്ങൾ, ഈ ഒരു കൊലപാതകത്തിൽ ഒട്ടേറെ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടിട്ട് കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കൃത്യമായി അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം പൂർണ്ണ മെറിറ്റിലേക്ക് എത്തുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ പാളിച്ചകൾ വിധിയിൽ നിലനിൽക്കുന്നുണ്ടോ? പ്രജീഷ്, കാരണം ഇതിൽ ഏറ്റവും സംശയാസ്പദമായ ഒരു കാര്യം ഈ കാര്യത്തിൽ ഉള്ളത് പ്രധാനമായും എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ വധശിക്ഷ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. വധശിക്ഷ ആവശ്യപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള അത്യപൂർവമായ ഒരു കേസ് തന്നെയാണത്. പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടി നിരപരാധികളായ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തുക എന്നത് ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ നക്സലൈറ്റ് ആക്രമണ ചരിത്രത്തിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഒരു സംഭവ വികാസമാണ്. അതിന് സമാനമായ ഒരു ആക്രമണം നടന്നിട്ടും പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഹാങ് ആവശ്യപ്പെട്ടില്ല, വധശിക്ഷ ആവശ്യപ്പെട്ടില്ല എന്നത് തീർച്ചയായും സംശയാസ്പദമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന പശ്ചാത്തലത്തിൽ ദളിത് തീവ്രവാദികളുടെ വോട്ടുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണോ ഇത്തരം നീക്കം ഉണ്ടാവുന്നത് എന്നുകൂടി അനുമാനിക്കേണ്ടതായി വരും. പ്രതീക്ഷ. എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. വർക്കല ശിവപ്രസാദ് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് 7 DHRM പ്രവർത്തകർക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരം നൽകിയതിനെതിരെയുള്ള കേസിൽ ഹാജരാകാൻ മന്ത്രി PK ജയലക്ഷ്മിക്ക് നോട്ടീസ്. മാനന്തവാടി റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ സബ് കളക്ടറാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിദ്യാഭ്യാസ യോഗ്യത നൽകുകയും തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്തതിനെതിരെ നൽകിയ പരാതിയിലാണ് നോട്ടീസ്. ബത്തേരി സ്വദേശി KP ജീവൻ നൽകിയ പരാതിയിലാണ് നടപടി. 2014 തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണവും തേടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിട്ടേണിംഗ് ഓഫീസർ ഹിയറിംഗിന് ഹാജരാക്കാൻ മന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്.
PK ജയലക്ഷ്മി 3,91,584 രൂപ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചതായാണ് നൽകിയ കണക്ക്. എന്നാൽ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം ജയലക്ഷ്മിയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ വരികയും ഇത് തെരഞ്ഞെടുപ്പിനായി പിൻവലിക്കപ്പെടുകയും ചെയ്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇതുകൂടാതെ 2004 MA ബിരുദം നേടിയതായി സത്യവാങ്മൂലത്തിലുണ്ട്. എന്നാൽ ഇത് തെറ്റാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഏപ്രിൽ 4 വയനാട് സബ് കളക്ടറുടെ ചേംബറിൽ ഹാജരാകാനാണ് ജയലക്ഷ്മിക്ക് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, വയനാട്. അമ്പലപ്പുഴ മണ്ഡലം കോൺഗ്രസിൽ നിന്നും JDU നൽകാനുള്ള ഹൈക്കമാൻഡ് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കോൺഗ്രസിന്റെ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന് DCC അധ്യക്ഷൻ AA ഷുക്കൂർ. സീറ്റ് വിട്ടു നൽകിയാൽ അത് ജില്ലയിലെ എല്ലാ UDF സീറ്റുകളുടെ പരാജയത്തിന് കാരണമാകുമെന്നും കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. ജില്ലയിലെ കായംകുളം മണ്ഡലമായിരുന്നു JDU ആവശ്യപ്പെട്ടത്. കായംകുളം സ്വദേശിയായ JDU നേതാവ് ഷേഖ് പി ഹാരിസാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത്. എന്നാൽ JDUവിന് ഇപ്പോൾ അമ്പലപ്പുഴ സീറ്റ് നൽകാമെന്ന ഉറപ്പാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനെതിരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. DCC പ്രസിഡന്റ് AA ഷുക്കൂർ. അമ്പലപ്പുഴ കോൺഗ്രസിൻ്റെ സീറ്റാണ്. കോൺഗ്രസിന് 131 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും സജീവവും ആക്റ്റീവുമായ സ്ഥലമാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സജീവമായ സ്ഥലമാണ്. ഘടകകക്ഷി എന്ന നിലയിൽ JDUവിന് സീറ്റ് കൊടുക്കേണ്ടി വന്നാൽ ഈ ജില്ല വിട്ടു കൊടുക്കണം. ഈ ജില്ലയിൽ കൊടുക്കാവുന്ന സ്ഥലമല്ല അമ്പലപ്പുഴ. അമ്പലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു ക്ലെയിം വെക്കാനുള്ള യാതൊരു അർഹതയും അവർക്കില്ല. കോൺഗ്രസിന് വളരെ സാധ്യതയുള്ള മണ്ഡലമാണ് അമ്പലപ്പുഴയെന്നും ഇവിടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ മത്സരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം ജില്ലയിൽ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ബൂത്ത് കമ്മിറ്റി ഇല്ലാത്തൊരു പാർട്ടി ഒരു പത്രത്തിന്റെ വറവ് മാത്രമേ ഈ പാർട്ടിക്കുള്ളൂ. കോൺഗ്രസ് ഉന്നത നേതൃത്വം അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ 7 എണ്ണമാണ് LDF ജയിച്ചത്, ഇതോടെ 9 LDF ആയി. ആലപ്പുഴ നഗരസഭയുമായി ചേർന്ന് കിടക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വിജയിച്ചത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം G സുധാകരൻ MLA ആണ്. അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു എതിരാളിയെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ പരിഗണിക്കണമെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിലവിൽ AA ഷുക്കൂറിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും P നാരായണൻകുട്ടിയുടെയും പേരുകളാണ് അമ്പലപ്പുഴയിലെ കോൺഗ്രസ് ലിസ്റ്റിൽ പരിഗണനയിലുള്ളത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിരുന്ന ആറ്റിപ്ര സ്വദേശി നിനോ മാത്യു, ആറ്റിങ്ങൽ സ്വദേശി അനു ശാന്തി എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികൾ തമ്മിലുള്ള അവിഹിത ബന്ധം നിലനിൽക്കുന്നതിന് സ്വന്തം മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി V ഷെർസിയാണ് വിധി പറയുന്നത്. 2014 ഏപ്രിൽ 16 നാടിനെ നടുക്കിയ ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകമുണ്ടാവുന്നത്. അനുശാന്തിയുടെ ഭർത്താവ് ഓമന, മകൾ സ്വാസ്തിക എന്നിവരെ കൊലപ്പെടുത്തുകയും ഭർത്താവ് ലിജീഷിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രതികളായ നിനോ മാത്യുവും അനുശാന്തിയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് അരുംകൊലയിൽ കലാശിച്ചത്. ഒന്നാം പ്രതിയായ നിനോ മാത്യു ഓമനയെയും സ്വാസ്തികയെയും തലക്കടിച്ചും വെട്ടിയുമാണ് കൊലപ്പെടുത്തിയത്. അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനെ മാരകമായി മുറിവേൽപ്പിക്കാനായെങ്കിലും ഒരുവിധം രക്ഷപ്പെടുകയായിരുന്നു. സ്വന്തം മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താനുള്ള ആസൂത്രണം ചെയ്തത് ഇരുവരും ചേർന്നായിരുന്നു. ഇതിനായി വീടിന്റെ വിവിധ ചിത്രങ്ങൾ അനുശാന്തി വാട്സപ്പ് വഴി നിനോ മാത്യുവിന് കൈമാറിയിരുന്നു. ഇരുവരുടെയും പ്രണയം മുതൽ കൊല ആസൂത്രണം ചെയ്യുന്നതിലുള്ള പങ്ക് തെളിയിക്കുന്നതിനാവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ വരെ അന്വേഷണ സംഘം ഹാജരാക്കി. 49 സാക്ഷികളെയും 41 തൊണ്ടിമുതലുകളും കോടതി തെളിവായി സ്വീകരിച്ചു. ആറ്റിങ്ങൽ DYSP ആയിരുന്ന പ്രതാപചന്ദ്രനായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രമുഖ അഭിഭാഷകൻ VS വിനീത് കുമാറിനെ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിരുന്നു. ഇരട്ട കൊലപാതകം നടന്ന് 2 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന വേളയിലാണ് കോടതിയിൽ നിന്നും വിധി ഉണ്ടാവാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. S ജീവൻകുമാർ, തിരുവനന്തപുരം.